പ്രസവമായിട്ട് ബന്ധപ്പെട്ടൊരു ഇഷ്യൂ ആണല്ലോ നമ്മുടെ മുമ്പിലുള്ള. അപ്പോൾ അവർ പറഞ്ഞ എല്ലാം വിധിയാണ്, പഠിച്ചവൻ്റെ തീരുമാനമാണ്. അതുകൊണ്ട് ചികിത്സിക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അള്ള തീരുമാനിച്ചത് മാത്രം എന്ത് ചെയ്യുള്ളൂ, നടക്കുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ചികിത്സിക്കുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഒരു മുസ്ലിം ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഒരിക്കലും ശരിയല്ല. നേരത്തെ ലുഖ്മാൻ ഹിക്കമിയുടെ സംസാരത്തിൽ അതൊരു ഭാഗം വിശദീകരിച്ചു കഴിഞ്ഞു. തവക്കുൽ അല്ല യഥാർത്ഥത്തിൽ അത്. അവിടെ അദ്ദേഹത്തെ സംസാരത്തിൽ പറഞ്ഞ പദപ്രയോഗം തവാക്കുൽ. തവക്കുൽ വേറെ, തവാക്കുൽ വേറെ. അത് തവക്കുലാണ് എന്ന് തോന്നിപ്പിക്കുകയും തവക്കുലിനെതിരായി പ്രവർത്തിക്കുകയും ചെയ്യുക. ഇവിടെ യഥാർത്ഥത്തിൽ ഷെയ്ഖ് സാഹിബ് തൈമിയ്യ റഹിമഹുല്ലാ, ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹുവരൊക്കെ ഈ അസ്ബാബുകൾ ഉപയോഗിക്കുന്നിടത്ത് രണ്ട് തലത്തിലാക്കി അവരതിനെ വേർതിരിക്കുന്നത്. ആ രണ്ടിനും മധ്യയാണ് ഇസ്ലാമിൻ്റെ നിലപാട്. ഒന്ന്, അസ്ബാബുകളെല്ലാം ഒഴിവാക്കുന്ന രീതി, ഒന്നും വേണ്ട, ചികിത്സിക്കുകയില്ല, മരുന്ന് വേണ്ട, അതും ആവശ്യമില്ല, രോഗം തന്നെ അള്ളാഹു അല്ലേ, ആ അള്ളാഹു രോഗം മാറ്റിക്കൊള്ളും, ചികിത്സിച്ചാലും അള്ളാഹു തീരുമാനിക്കുമ്പോഴേ രോഗം മാറുകയുള്ളൂ എന്നൊക്കെയുള്ള ന്യായങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ നിമിത്തങ്ങളെ, അതിനുള്ള വ്യവസ്ഥകളെ ഉപയോഗിക്കാതിരിക്കുക, അള്ളാഹുവിൽ തവക്കുലാക്കി എന്ന് പറയുക. അതിനെ വളരെ കണിശമായി ഇബ്നു തൈമിയ്യയും ഇബ്നു ഖയ്യിമൊക്കെ ധാരാളം സ്ഥലത്ത് വിമർശിച്ചതായി കാണാൻ കഴിയും. അത് ജഹാലത്താണ് എന്നും അത് മജ്നൂൻ, ഭ്രാന്തന്മാരുടെ രീതിയാണ് എന്നുവരെ ഉള്ള പ്രയോഗങ്ങൾ വരെ കിതാബുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർക്ക് ഉദാഹരണം പറഞ്ഞത് ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാഹ് അടക്കമുള്ള ആളുകൾ ഉദാഹരണം പറഞ്ഞ് കാണാൻ കഴിയും. ഒരാൾ വിവാഹം കഴിക്കുന്നില്ല, ഇത് അയാൾ പറയണേ എനിക്ക് അള്ളാഹുവിനെ കുട്ടി തന്നോളൂ, എനിക്ക് കുട്ടി ഉണ്ടാകും, അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വിവാഹം കഴിച്ചില്ലെങ്കിലും കുട്ടി ഉണ്ടാവില്ലേ എന്ന് വാദിക്കുന്ന ഒരാളെക്കുറിച്ച് ആരെങ്കിലും ബുദ്ധിമാൻ എന്ന് പറയുമോ, അതോ ഭ്രാന്തൻ എന്നാണോ പറയുക? ആ ഗണത്തിലാണ് ഈ രീതികളൊക്കെ ഉൾക്കൊള്ളുന്നത്. എന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ചികിത്സക്ക് അള്ളാഹു നിശ്ചയിച്ച പ്രവാചകൻ പഠിപ്പിച്ച ചില കൃത്യമായ വ്യവസ്ഥകളുണ്ട്. ഒന്ന് തജ്രിബ, ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രകാരം തജ്രിബയാണ് ചികിത്സയുടെ അസ്ലി. അഥവാ ഒരാളുടെ അനുഭവത്തിലൂടെ, പരിചയത്തിലൂടെ അത് അതിനുള്ള പ്രതിവിധിയാണ് എന്ന് സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ഇസ്ലാമിന് എതിരല്ലെങ്കിൽ അത് ഉപയോഗിക്കാം. ഒരാൾ മദ്യം കഴിച്ചു രോഗം മാറി, അത് അനുഭവം കൊണ്ട് സ്ഥിരപ്പെട്ടു, പക്ഷേ ഇസ്ലാം അത് അനുവദിക്കുന്നില്ല. എന്നാൽ അനുഭവം കൊണ്ട് സ്ഥിരപ്പെടാത്ത ഒന്ന്, എവിടെയും സ്ഥാപിക്കപ്പെട്ടില്ല, തെളിയിക്കപ്പെട്ടിട്ടില്ല, അത്തരമൊരു കാര്യം ഒരാളങ്ങനെ ചെയ്യുന്നു, അത് ചികിത്സയായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയും. അതപ്പോൾ ഇപ്പോഴത്തെ വിവാഹത്തിലൊക്കെ ഉണ്ടായത്. അതായത് സാധാരണ ഇപ്പോൾ ഒരു 3 പ്രസവം കഴിഞ്ഞ് 4ാമത്തെ പ്രസവം, അത് 3ഉം സിസേറിയൻ. സ്വാഭാവികമായും വൈദ്യശാസ്ത്രമായി തെളിയിക്കപ്പെട്ടൊരു കാര്യമാണ്, 1ാമത്തെ പ്രസവം സിസേറിയൻ ആണെങ്കിൽ 2ാമത്തെ പ്രസവം നോർമൽ പ്രസവം ആവാനുള്ള സാധ്യത കുറയുമെന്നാണ്. 2ാമത്തേതും സിസേറിയൻ ആണെങ്കിൽ 3ാമത്തേത് അതിനേക്കാളും വളരെ കൂടുതൽ സാധ്യതയെ പിന്നെ സാധാരണ പ്രസവം നടക്കാനുള്ളൂ. കാരണം ശരീരത്തിലെ ചില വ്യവസ്ഥകൾ അങ്ങനെയാണ്. ആ വ്യവസ്ഥകൾ പ്രകാരം 1ഉം 2ഉം പ്രസവങ്ങളൊക്കെ സിസേറിയൻ ആയി കഴിഞ്ഞാൽ പിന്നെ 3ാമത്തെ പ്രസവത്തിലും 4ാമത്തെ പ്രസവത്തിലൊക്കെ സ്വാഭാവികമായ സാധാരണ പ്രസവം നടക്കുക എന്നുള്ളത് വളരെ വിരളമായി മാത്രം, അപൂർവമായി മാത്രം നടക്കാൻ സാധ്യതയുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് ക്രിട്ടിക്കലാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമായും ആ രംഗത്തെ എക്സ്പേർട്ടായ പരിജ്ഞാനമുള്ള, എന്തെങ്കിലും കോംപ്ലിക്കേഷൻ വന്നാൽ അത് കൈകാര്യം ചെയ്യാനൊക്കെ കഴിയുന്ന ഒരു വൈദ്യസഹായം ആവശ്യമാണ്. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞ ന്യായം ഗർഭം എന്നത് രോഗമല്ല. ശരിയാണ്, ഗർഭം രോഗമല്ല, ഗർഭം ഒരു പ്രതിഭാസമാണ്. പക്ഷേ ആ പ്രതിഭാസത്തിനും ശരീരത്തിൽ നടക്കുന്ന ഒരുപാട് പ്രക്രിയകളുണ്ട്. ആ പ്രക്രിയകളെ പഠിക്കുകയും അറിയുകയും അതിൽ ഒരു കോംപ്ലിക്കേഷൻ വന്നാൽ എന്തു ചെയ്യണമെന്ന് കൃത്യമായി ധാരണയുടെയും ചെയ്യുന്ന ആളുകൾ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴാണ് ഹോസ്പിറ്റലുകൾ വർദ്ധിച്ചത്. പഴയ കാലത്ത് വീട്ടിൽ തന്നെയാണ് പ്രസവം. പക്ഷെ അന്നും വീട്ടിൽ അവർ അങ്ങനെ പ്രസവിച്ചോട്ടെ വിചാരിക്കുന്നില്ല, അതിന് എക്സ്പെർട്ട് ആളുകൾ ഉണ്ടാവും. അത് ഡോക്ടറല്ലായിരുന്നുള്ളൂ. അന്ന് ആ രംഗത്ത് പരിശീലനം ലഭിച്ച, ധാരാളം പ്രസവങ്ങൾ കൈകാര്യം ചെയ്ത, ഓരോ പ്രസവത്തിനും വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ അറിയുന്ന ആ രംഗത്ത് എക്സ്പെർട്ടായ സ്ത്രീകൾ അവരുണ്ടാവലുണ്ട്. അല്ലാതെ അത് അല്ലാതെ നിങ്ങൾക്ക് നടന്നോളും എന്ന് പറഞ്ഞ പഴയ കാലത്തും പ്രസവം നടന്നിട്ടൊന്നുമില്ല. അതേപോലെ ചില രോഗങ്ങൾക്ക് ചില ചികിത്സാ ശാഖകൾ ഒരു പക്ഷേ പര്യാപ്തമാവണമെന്നില്ല. ഇപ്പോൾ ഒരാൾ വീണു, കയ്യോ കാലോ ഒടിഞ്ഞു, അപ്പോൾ അതൊക്കെ ഒടിഞ്ഞ സാഹചര്യം ശരിയായിക്കോളും എന്ന് പറയാൻ പറ്റുമോ? അവിടെ ഒടിഞ്ഞ എല്ല് ശരിയാക്കാൻ എന്തൊരു വ്യവസ്ഥയാണോ ഉപയോഗിക്കേണ്ടത് ആ വ്യവസ്ഥ ഉപയോഗിക്കണം. ഒരു പക്ഷേ ചിലതിന് അലോപ്പതി സ്വീകാര്യമാകും, ചിലതിന് അലോപ്പതി പറ്റില്ല, ചിലതിന് ഹോമിയോ പറ്റും, ചിലതിന് ഹോമിയോ പറ്റില്ല, ചിലതിന് ആയുർവേദം പറ്റും, ചിലതിന് ആയുർവേദം പറ്റില്ല. അത് സ്വാഭാവികമായി മനുഷ്യന്മാർക്കറിയാം. അങ്ങനെ സ്ഥിരപ്പെട്ട, തെളിയിക്കപ്പെട്ട, അനുഭവം കൊണ്ട് ബോധ്യപ്പെട്ട ചികിത്സാ രീതികളാവണം. അതോടൊപ്പം ഇസ്ലാമിന് അന്യമാവാതിരിക്കുകയും വേണം. അത്തരം വ്യവസ്ഥകൾ ഉപയോഗിക്കുക എന്ന് തവക്കുലിൻ്റെ പൂർത്തീകരണമാണ്. തവക്കുൽ എന്ന് പറഞ്ഞാൽ അസ്ബാബ് ഒഴിവാക്കലല്ല, അള്ളാഹുവിൽ ബലമേൽപ്പിക്കുന്നു, അള്ളാഹ് നിശ്ചയിച്ച അസ്ബാബുകളെ സ്വീകരിക്കുന്നു. അപ്പം ഈ തവക്കുലിൻ്റെ പൂർത്തീകരണം, അതിൻ്റെ പൂർണ്ണതയാണ് അസ്ബാബുകൾ സ്വീകരിക്കുക. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ അസ്ബാബെല്ലാം ഒഴിവാക്കുക, അള്ളാഹുവിൻ്റെ ഖദറാണ് എന്ന് പറഞ്ഞിരിക്കുക എന്നത് സൂഫികൾ കൊണ്ടുവന്നൊരു അന്ധവിശ്വാസമാണ്. സൂഫികളായ ആളുകൾ പലപ്പോഴും ജോലിക്ക് പോലും പോവാതെ പള്ളിയിലിരിക്കുക, റിസ്ക് അല്ല തരും, വായ തന്ന റബ്ബല്ലേ റിസ്കാബൻ നൽകും എന്ന് പറഞ്ഞ് പള്ളിയിലിരിക്കുക. എന്നിട്ട് പള്ളി വരുന്ന മനുഷ്യന്മാരൊക്കെ വല്ല ഹരിയും തരാൻ വേണ്ടി കാത്തിരിക്കുക. ആരെങ്കിലും വല്ല സ്വതക്കുന്നുണ്ടെങ്കിൽ അത് കാത്തിരുന്ന് അത് സ്വീകരിച്ച് അപ്പോൾ കണ്ടോ എനിക്ക് റിസ്ക് എത്തിയില്ലോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. അത് ശരിയല്ല. നബിതങ്ങൾ പറഞ്ഞ ഹദീസ് കാണാം, ലൗ അന്നക്കും തവക്കുലി അലല്ലാഹി ഹഖ്ക തവക്കുലിഹി, ശരിയാവണ്ണം നിങ്ങൾ അല്ലാഹുവിൽ വരമേൽപ്പിക്കുന്നുവെങ്കിൽ ലറസഖക്കും, അവൻ നിങ്ങൾക്ക് റിസ്ക് നൽകും, കമാ യർസുഖു ത്വയ്ർ, പക്ഷിക്ക് നൽകുന്നത് പോലെ. അത് പലരും പറയും. ബാക്കി എന്താ? ഒട്ടിയ വയറുമായി രാവിലെ കൂട്ടുന്ന പോകുന്ന പക്ഷി വൈകുന്നേരം നിറഞ്ഞ വയറുമായി തിരിച്ചു വരുന്നു. അപ്പോൾ ആ പക്ഷി ഭക്ഷണം തേടി പോകുന്നുണ്ട്, വീട്ടിലിരിക്കുകയില്ല, കൂട്ടിലിരുന്ന് റബ്ബ് തന്നോളും എന്ന് പറയുകയില്ല. യാത്ര പോകുന്നു, തെരഞ്ഞ് പല ഭാഗത്തും സഞ്ചരിച്ച് ഭക്ഷണം തേടിപ്പിടിച്ച് അധ്വാനിച്ച് കണ്ടെത്തി ആ ഭക്ഷണം കഴിച്ച് തിരിച്ചു വരുന്നു. അത് യഥാർത്ഥത്തിൽ അസ്ബാബും തവക്കുലും ഒന്നിച്ചു പറഞ്ഞ ഹദീസാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങി, ആയുധങ്ങളേന്തി, പരിശീലനം നൽകി, വേണ്ട എല്ലാ സന്നാഹങ്ങളുമായിട്ടാണ് പോയത്. അതല്ലാതെ അത് അള്ളാഹു നിശ്ചയിച്ചതല്ല യുദ്ധത്തിന് പോകാൻ, നമുക്കങ്ങ് പോകാം എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് സൂഫികൾ കൊണ്ടുവന്ന തെറ്റായ ഒരു ധാരണയാണ് അസ്ബാബുകൾ ഒഴിവാക്കണം എന്നുള്ളത്. അത് ശരിയല്ല. രണ്ടാമതൊരു മറുവശമുള്ളത് അസ്ബാബുകളെ മാത്രം ആശ്രയിക്കുക, അള്ളാഹുവിനെ മറക്കുക. പാടില്ല. ഈ വ്യവസ്ഥകൾ വ്യവസ്ഥപ്പെടുത്തുന്ന അള്ളാഹു തആലയാണ്. പക്ഷെ അള്ളാഹുവിൻ്റെ ഉദ്ദേശം, അവൻ്റെ ഇറാദത്ത്, അവൻ്റെ തൗഫീഖ്, അവൻ്റെ മശീഅത്ത് അത് ഉണ്ടെങ്കിലേ ഈ വ്യവസ്ഥ കൊണ്ടും പ്രയോജനം ഉണ്ടാവുകയുള്ളൂ. നേരത്തെ അദ്ദേഹം പറഞ്ഞ ഹദീസിൻ്റെ അവസാന ഭാഗം അതാണല്ലോ, നിങ്ങൾ ചികിത്സിക്കണം എന്ന് പ്രവാചകൻ പറഞ്ഞു. ഫൈദ ഉസീബ ബരി അബീനില്ല, ശരിയായ ചികിത്സ കിട്ടിക്കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഇതിന് പ്രകാരം സുഖപ്പെടുന്നതാണ്. അപ്പോൾ അസ്ബാബുകൾ മാത്രം പോരാ, അസ്ബാബുകളല്ല രോഗം ശിഫിയാക്കുന്നത്. മരുന്ന് രോഗം ശിഫിയാക്കുകയില്ല, അള്ളാഹുവാണ് രോഗം ശിഫിയാക്കുന്നത്. ഭക്ഷണം വിശപ്പിനെ ശമിപ്പിക്കുകയില്ല, അള്ളാഹുവാണ് ശമിപ്പിക്കുന്നത്. അത് അള്ളാഹു നിശ്ചയിച്ച ഒരു കാരണമാണ് മരുന്ന്. ചിലപ്പോൾ മരുന്നില്ലാതെ സുഖപ്പെടും, ചിലപ്പോൾ മരുന്ന് കഴിച്ചാലും സുഖപ്പെടണമെന്നില്ല. അത് അള്ളാഹു തആല ആ രോഗത്തിൽ എന്താണ് ഉദ്ദേശിച്ചത് അത് നടക്കുക. ആ ഉദ്ദേശം നടപ്പാക്കാൻ അള്ളാഹു നിശ്ചയിച്ച ചില വ്യവസ്ഥകൾ ഉണ്ടാവും. ആ വ്യവസ്ഥ ഉപയോഗിക്കാൻ നമ്മോട്, ഒരു വ്യവസ്ഥ ഉപയോഗിച്ചു, ഒരു മരുന്ന് കഴിച്ചു, രോഗം മാറിയില്ല. അപ്പോൾ ഡോക്ടർ പറയും 4 ദിവസം കഴിച്ചിട്ട് വിവരം പറയണം. 4 ദിവസം കഴിച്ചു, ആശ്വാസമില്ല, അപ്പോൾ ഡോക്ടർ മരുന്ന് മാറ്റി മറ്റൊരു മരുന്ന് തരും. അത് അദ്ദേഹം പറയും 3 ദിവസം കഴിച്ചിട്ട് നിങ്ങൾ വീണ്ടും വരും. 3 ദിവസം കഴിച്ച് ചെന്നു, അപ്പോൾ ആശ്വാസമില്ല, അപ്പോൾ ഡോക്ടർ മറ്റൊരു മരുന്ന് തരും. എന്നിട്ട് പറഞ്ഞു ഇതുകൊണ്ട് കുറവില്ലെങ്കിൽ നിങ്ങൾ ഇന്ന ഹോസ്പിറ്റലിൽ പോയിക്കോളൂ, ഞാൻ ഒരു എഴുത്ത് തരാം. അപ്പോൾ നമ്മൾ ചോദിക്കുക, എന്നാൽ പിന്നെ ഫസ്റ്റ് വന്നപ്പോഴേ ഇത് തന്നാൽ പോലെ എന്ന് ചോദിക്കൂലല്ലോ. അതാണ് തജ്രിബ. അപ്പോൾ ഈ അസ്ബാബുകളെ സ്വീകരിക്കുക, എന്നാൽ അസ്ബാബുകൾ കൊണ്ട് മാത്രം കാര്യം നടക്കണമെന്നില്ല. അതുകൊണ്ട് എഴുത്തിമാത് തവക്കുൽ അള്ളാഹുവിലാണ്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറഞ്ഞു, അസ്ബാബുകൾ തവക്കുലാക്കൽ ശിർക്കാണ്, അസ്ബാബുകളെ ഒഴിവാക്കൽ അള്ളാഹു നിശ്ചയിച്ച വ്യവസ്ഥയെ ചോദ്യം ചെയ്യലാണ്. രണ്ടിനും മധ്യയാണ് ഇസ്ലാം. അസ്ബാബുകൾ സ്വീകരിക്കുന്നു, അള്ളാഹുവിൽ തവക്കുലാക്കുന്നു. അപ്പോൾ റബ്ബ് നിശ്ചയിച്ച, റബ്ബ് അനുവദിച്ച വ്യവസ്ഥകൾ ഉപയോഗിക്കുന്നു. അതോടൊപ്പം ഷിഫയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. ഇതിപ്പോൾ ചില ആളുകൾ ചോദിക്കുന്നു, അലോപ്പതി പോയാലും ഓപ്പറേഷൻ ചെയ്താലും മരിക്കുന്നില്ലേ? ഉണ്ട്, സ്വാഭാവികമാണ്. അള്ളാഹു നിശ്ചയിച്ച സമയമാകുമ്പോൾ മരണം സംഭവിക്കും. മരണവും ഇതും ഒരു പക്ഷെ ബന്ധമുണ്ടാകണമെന്നില്ല. പക്ഷേ അസ്ബാബുകളെ സ്വീകരിച്ചിട്ടും മരണം സംഭവിച്ചു, അള്ളാഹിൻ്റെ വിധിയാണ്. എന്നാൽ അള്ളാഹു തആല നിശ്ചയിച്ച അസ്ബാബ് സ്വീകരിക്കാതെ ഒരാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അത് കൊലപാതകമായിട്ട് കണക്കാക്കാം. ഒരാൾ വെള്ളത്തേക്ക് എടുത്ത് ചാടി, അള്ളാഹു നിശ്ചയിച്ചാലേ ഞാൻ മരിക്കുള്ളൂ എന്ന് പറഞ്ഞ് നീന്തം പോലും അറിയാത്ത വെള്ളത്തിൽ ചാടിക്കഴിഞ്ഞാൽ അത് ആത്മഹത്യ എന്നാ പറയുക, അള്ളാഹുവിൻ്റെ വിധി എന്നല്ല പറയുക. അതേപോലെ ഏത് കാര്യം കത്തിയെടുത്ത കുത്തി അള്ളാഹു നിശ്ചയിച്ചെങ്കിലല്ലേ മരിക്കുള്ളൂ എന്ന് പറഞ്ഞാലോ അത് കുഴപ്പമില്ല, അയാൾ വിധി വിശ്വാസമുള്ള ആളാണ്, വലിയ മുത്തഖിയാണ് എന്നല്ല പറയുക. അത് അള്ളാഹുവിനെ ചോദ്യം ചെയ്യുന്ന പണിയായിട്ടാണ് കണക്കാക്കുക. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു വശം.